ഓണത്തിന് ഒരു സ്പെഷ്യൽ പാലട പായസത്തിന്റെ റെസിപ്പി. ഒരു ട്വിസ്റ്റ് ഉണ്ട്, കാണാം. അടികട്ടിയുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട് കാണാം. അപ്പൊ നമുക്ക് കാണാം ഹോർലിക്സ് വെച്ച് പാലട പായസം. എൻ്റെ പൊന്ന് ഗൈസ്, പരിപ്പ് പായസം, അങ്ങനെ പല പല പായസങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മള്. പക്ഷെ നമ്മൾ ഹോർലിക്സ് വെച്ച് ആദ്യമായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഷെഫ് പിള്ളെ പറഞ്ഞ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ടേ. നമ്മൾ അനൂസിന്റെ പാലട മിക്സ് ആണ് എടുത്തേണ്ടത്. പക്ഷെ ഇതിൽ കുറെ ഷുഗർ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇത്തിരി ഷുഗറൊക്കെ എടുത്ത് മാറ്റി കളയണം. നമുക്ക് അതിന്റെ അട മാത്രം എടുക്കാട്ടോ. ഇതിൽ നിന്ന് അട സെപ്പറേറ്റ് ചെയ്യാം. ഷെഫ് പിള്ളെ പറയുന്നുണ്ട് ഇതിലൊരു ടിസ്റ്റ് ഉണ്ടെന്ന്. ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർലിക്സ് തന്നെയാണ്. എങ്ങനെ ഉണ്ടാവും അറിയാം. നമുക്ക് ഹോർലിക്സ് വെച്ച് പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് വിചാരിച്ചങ്ങോട്ട് ഉണ്ടാക്കാം. ഇതിൽ കുറെ ഷുഗർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് അട മാത്രമായിട്ട് മാറ്റാണ്. പിന്നെ ഇതില് നമുക്ക് കുറെ ഡേറ്റ്സ് അല്ല കാഷ്യൂസും അതൊക്കെ വരണ്ട. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അട സെപ്പറേറ്റ് ആക്കണം. അത് ഈ അനൂസിൻ്റെ പാക്കറ്റിൽ കുറേ ഷുഗർ ഉണ്ട്. അത്രയും ഷുഗർ നമുക്ക് വേണ്ട. അപ്പം നമ്മൾ അതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇന്ന് നമ്മൾ 1 ലിറ്റർ പാലോളാണ് നമ്മൾ എടുത്തിരുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക. അതൊന്ന് തെളിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അട ചേർത്ത് കൊടുക്കണം. നമ്മുടെ പാലട അതും തെളിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ നെയ്യ് എന്തെങ്കിലും ഒഴിക്കണം. നമുക്ക് ബട്ടറാണ് ഒഴിക്കേണ്ടത്, പക്ഷെ നമ്മൾ നെയ്യാണ് ഒഴിച്ചേണ്ടത്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽട്ടായി കഴിയണ വരെ നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മുടെ ഈ ഒരു പായസത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോർലിക്സ് ആണ്. അപ്പം 2-3 സ്പൂണ് നമ്മൾ 3 സ്പൂണോളം ഹോർലിക്സ് ചേർത്തേണ്ട്. അതും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാക്കണം. പക്ഷെ ഞാനിത് ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ സ്മെല്ലും ഇതും ഭയങ്കര അടിപൊളി തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പായസത്തിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടയൊക്കെ പിടിക്കുക. എന്നാലും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മിക്സിംഗ് ആണ് നമ്മുടെ വിജയം. എന്നിട്ട് ഇനി നമ്മുടെ ആ പായസത്തിലേക്ക് ഒഴിക്കണം. നമ്മൾ അതിന് മുമ്പ് കുറച്ച് ശർക്കര ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കാരമലൈസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഇനി ആ പായസത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ അധികം വേണ്ട, കുറച്ച് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം ലാസ്റ്റ് അണ്ടിപ്പരിപ്പും നെയ്യിലും കാഷ്യൂസും കുറച്ച് മുന്തിരിയും വേണമെങ്കിൽ മാത്രം വറുത്തെടുക്കുക. നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മൾ ഒഴിച്ചാണ്. എന്നിട്ട് അതും ഒഴിച്ച് നമ്മൾ ഈ പായസത്തിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷെഫ് പിള്ളെ പറഞ്ഞ നമ്മുടെ ഹോർലിക്സ് പായസം ഇവിടെ റെഡി ആയിട്ട് കാണാൻ നമ്മുടെ ശരിക്കും പാലട പായസത്തിന് കൂട്ടുന്നുണ്ട്. പക്ഷെ പിന്നെ പൊന്ന് ഗൈസ് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസം തന്നെയാണ് പുള്ളി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.